നമസ്കാരം, ഞാൻ പൂജ വിജയൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവേർഡ് ബൈ ARMC. നിരോധനമല്ല വർജനം. മദ്യനയത്തിൽ നിലപാട് വ്യക്തമാക്കി ഇടതുമുന്നണി. മദ്യനിരോധനം പ്രായോഗികമല്ലെന്ന് പിണറായി വിജയൻ. LDF ലക്ഷ്യം മദ്യവർജനം. മദ്യനിരോധനം നടപ്പാക്കുന്നത് ഭവിഷ്യത്തുകൾ ഉണ്ടാക്കുമെന്നും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ പിണറായി. ഉമ്മൻചാണ്ടി സർക്കാർ നേതൃത്വം നൽകിയത് അഴിമതിക്ക്. സ്ഥാനാർത്ഥി നിർണയത്തിൽ സുധീരന്റേത് ആളെ പറ്റിക്കാനുള്ള ജാട. ഉമ്മൻചാണ്ടിക്കൊപ്പമുള്ളവർ അഴിമതിക്കാരാണെന്ന് നേതൃത്വത്തിനറിയാം. ഇവർക്കെതിരെ നടപടിയെടുക്കാൻ സോണിയയ്ക്ക് കൽപ്പില്ലെന്നും പരിഹാസം. കള്ളപ്പണക്കാരിൽ മലയാളിയും. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന പനാമയിലെ കള്ളപ്പണ നിക്ഷേപകരുടെ പട്ടികയിൽ മലയാളിയും. തിരുവനന്തപുരം സ്വദേശിയും ചാർട്ടേഡ് അക്കൗണ്ടന്റുമായ ജോർജ് മാത്യുവിന് പനാമയിലെ കള്ളപ്പണ നിക്ഷേപമുള്ളതിന്റെ രേഖകൾ പുറത്ത്. അതേസമയം താൻ 12 വർഷമായി സിംഗപ്പൂരിൽ സ്ഥിരതാമസക്കാരനാണെന്നും അതിനാൽ അക്കൗണ്ടുകൾ റിസർവ് ബാങ്കിന്റെ അധികാര പരിധിയിൽ വരില്ലെന്നും ജോർജ് മാത്യു. 2G സ്പെക്ട്രം ഇടപാടിലെ ഇടനിലക്കാരി നീര റാഡിയയ്ക്കും കള്ളപ്പണ ബന്ധമെന്ന് റിപ്പോർട്ട്. രാഷ്ട്രത്തലവന്മാരും താരങ്ങളും മാധ്യമപ്രവർത്തകരും അടക്കം പട്ടികയിലുള്ളത് 500 പേരുകൾ. അതിനിടെ കള്ളപ്പണ വെളിപ്പെടുത്തലുകളെ തുടർന്ന് ഐസ്ലൻഡ് പ്രധാനമന്ത്രി സിഗ്മുണ്ടൂർ ഗുലാങ്സൺ രാജിവെച്ചു. ദേശീയ മാധ്യമങ്ങൾ നടത്തിയ രഹസ്യാന്വേഷണത്തിൽ പുറത്തായ കള്ളപ്പണ പട്ടികയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, പാക് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ്, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് എന്നിവരും. ഇനി മുന്നണി വിശേഷം. അങ്കക്കുറി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ്. സ്നേഹത്തിൻ നിറകുടം, സുഗന്ധത്തിൻ ഉറവിടം, ക്യൂട്ടി ബ്യൂട്ടി സോപ്പ്. തന്ത്രങ്ങൾ മെനയാൻ UDF. സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് വിഭജനവും ഏറെക്കുറെ പൂർത്തിയായ UDF-ൽ ഇന്ന് നിർണായക നേതൃയോഗം. ഘടകകക്ഷികളുടെ സീറ്റുകൾ സംബന്ധിച്ച് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടാകും. തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളും പ്രകടന പത്രികയും യോഗം വിലയിരുത്തും. കോൺഗ്രസ് 86 സീറ്റുകളിൽ മത്സരിക്കുമ്പോൾ ലീഗിനും കേരള കോൺഗ്രസിനും 24ഉം 15ഉം വീതം സീറ്റുകൾ. ജനതാദളിന് 7ഉം RSPക്ക് 5ഉം. കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം 2 സീറ്റുകളിലും CMB 1 സീറ്റിലും മത്സരിക്കും. കോൺഗ്രസിൽ ഒഴിച്ചിട്ട് പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി നിർണയം ഇന്നുണ്ടാകും. അതേസമയം RSPക്ക് നൽകിയ 5ാമത്തെ സീറ്റായ കയ്പമംഗലത്തും സ്ഥാനാർത്ഥി നിർണയം വൈകുന്നു. പ്രചരണം കൊഴുപ്പിച്ച് LDF. ജനക്ഷേമ വാഗ്ദാനങ്ങളുമായി LDF പ്രകടന പത്രിക. ഇടതുമുന്നണി അധികാരത്തിലെത്തിയാൽ 5 വർഷത്തേക്ക് സപ്ലൈകോ കേന്ദ്രങ്ങളിൽ വിലക്കയറ്റം നിരോധിക്കുമെന്ന് പ്രഖ്യാപനം. പത്രികയുടെ അന്തിമ രൂപം ഈ മാസം 21-ന് പുറത്തിറക്കും. CPM പഠന കോൺഗ്രസും CPI പഠന ശില്പശാലയും മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ പത്രികയിൽ ഇടം പിടിച്ചതായി സൂചന. സുസ്ഥിര വികസനത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും ഊന്നൽ നൽകുന്ന പട്ടികയിൽ മദ്യ ഉപഭോഗം കുറയ്ക്കുമെന്നും വാഗ്ദാനം. അതിനിടെ ഇടതു ക്യാമ്പിൽ ആവേശമായി VS-ന്റെയും പിണറായിയുടെയും തിരഞ്ഞെടുപ്പ് പ്രചരണം. ഭരണവിരുദ്ധ വികാരങ്ങളും അഴിമതിയും ഉയർത്തിക്കാട്ടി നേതാക്കളുടെ പ്രസംഗം. അടുത്തിടെ പുറത്തുവന്ന വിവാദ ഭൂമിദാന ഉത്തരവുകളും മുഖ്യ ആയുധം. അങ്കക്കുറി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ്. സ്നേഹത്തിൻ നിറകുടം, സുഗന്ധത്തിൻ ഉറവിടം, ക്യൂട്ടി ബ്യൂട്ടി സോപ്പ്. പുകയുന്ന പ്രതിഷേധം. ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിലെ വിദ്യാർത്ഥി പ്രതിഷേധം വീണ്ടും ശക്തമാകുന്നു. VC അപ്പറാവുവിന്റെ രാജി ആവശ്യപ്പെട്ട് ക്യാമ്പസിൽ ഇന്ന് പ്രതിഷേധ കൂട്ടായ്മ. വിദ്യാർത്ഥികൾക്കൊപ്പം സമരത്തിൽ പങ്കെടുത്ത് JNU അധ്യാപകരും. ആയുധ വ്യാപാരത്തിന് അമേരിക്ക. ഇന്ത്യയുടെ കടുത്ത എതിർപ്പ് അവഗണിച്ച് പാകിസ്ഥാനുമായി വീണ്ടും സൈനിക വ്യാപാരത്തിനൊരുങ്ങി അമേരിക്ക. 8 ഫോർ-16 പോർ വിമാനങ്ങൾ നൽകിയതിന് പിന്നാലെ 9 സൈനിക ഹെലികോപ്റ്ററുകൾ കൂടി കൈമാറാൻ തീരുമാനം. വിദേശ സൈനിക വ്യാപാര പദ്ധതി പ്രകാരമുള്ള ഇടപാട് 1100 കോടിയുടേത്. ഇതിനു പുറമെ $95 കോടി അനുബന്ധ ആയുധങ്ങളും മിസൈലുകളും നൽകാൻ ധാരണ. 2018 അവസാനത്തോടെ കരാർ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യമെന്നും US പ്രതിരോധ വകുപ്പ്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവേർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.